സർ, കേരളത്തിലെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന നിരീക്ഷണത്തോടെ കേരളത്തിൻ്റെ ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. സൂര്യോദയ സമ്പദ്ഘടനയായി മാറുന്നുണ്ടോ എന്നത് അത് വസ്തുതയാണോ എന്നത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. 2021-22 കേരളത്തിലെ ഗവൺമെൻറ് ട്രഷറികളിലൂടെ മൊത്തം ചെലവഴിച്ച സംഖ്യ 1,38,884 കോടി രൂപയാണ്. 22-23 അത് 1,58,738 കോടി രൂപയായി. 23-24 അത് 1,68,407 കോടി രൂപയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 30,000 കോടി രൂപയുടെ വർധനവ് ചിലവിൽ വരുത്തിയ സംസ്ഥാനമാണ് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നമ്മുടെ കേരളം എന്നത് വസ്തുതയാണ്, ആധികാരികമാണ്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താതിരുന്നാൽ ഒരു പ്രതിസന്ധിയും സംസ്ഥാനത്തുണ്ടാകില്ല. എന്നാൽ അതല്ല കേരളം സ്വീകരിക്കുന്ന രീതി. കേരളത്തിലെ ഗവൺമെൻറ് ദൂർത്തടിച്ചോ എന്നത് പരിശോധിക്കാം. മന്ത്രിമാരുടെ എണ്ണം, ചിലവ്, വിദേശയാത്ര UDFൻ്റെ കാലവും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൃത്യമായി അത് മനസ്സിലാക്കാനാകും. കേരളം ദൂർത്തടിച്ചിട്ടില്ല എന്നത് നമ്മുടെ ഒരു ബോധ്യം മാത്രമല്ല, റിസർവ് ബാങ്ക് റിപ്പോർട്ട് തന്നെ പറയുന്നത് കേരളം റവന്യൂ കമ്മിയും ധനക്കമ്മിയും കടവും കുറച്ചു കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് എന്നതാണ്. മൂന്നാമത്തേത് കേരളത്തിൻ്റെ തനത് വരുമാനം കൂട്ടിയോ എന്നതാണ്. 2020-21 അടുത്ത വർഷം 24-25 ആകുമ്പോഴേക്ക് 4 ഇരട്ടിയായി അത് വർദ്ധിക്കും എന്നതാണ് ഇതിൻ്റെ ഭാഗമായി കാണാനാകുന്നത്. 20-21 തനത് വരുമാനം 47,661 കോടി രൂപയായിരുന്നു. 21-22 അത് 58,341 കോടി രൂപയായി. 22-23 അത് 71,968 കോടി രൂപയായി. സ്വപ്നതുല്യമായ നേട്ടം കേരളം കൈവരിക്കുകയാണ്. എന്താണ് കേരളം അനുഭവിക്കുന്ന സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധി എന്നതിനെ സംബന്ധിച്ച് 2021-23 RBIയുടെ കണക്കനുസരിച്ച് 65 രൂപ സംസ്ഥാനം പിരിച്ചാൽ 35 രൂപ കേന്ദ്രം തരുമെന്നതായിരുന്നു രീതി. 79 രൂപ കേരളം തനതായി നികുതിയിലൂടെ പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് 21 രൂപയാണ്. ബീഹാറിന് 100-ൽ 70 രൂപ കേന്ദ്രം നൽകുന്ന സ്ഥിതിയാണ്. ഇതെല്ലാമാണ് ഈ പ്രതിസന്ധിക്കിടയിലും കേരളം കൈവരിക്കുന്ന നേട്ടമാണ് സൂര്യോദയ സമ്പദ്ഘടനയായി മാറുന്നു എന്നതിൻ്റെ അടിസ്ഥാനം. സൂര്യോദയം കാണുമ്പോൾ മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം പോലും കാണാത്തവരും സൂര്യഗ്രഹണമായി തോന്നുന്നവരുമൊക്കെ പ്രതിപക്ഷാംഗങ്ങളായിട്ടുണ്ട്. അവർ അവരുടെ കണ്ണട മാറ്റണം എന്നതാണ് ഇതിനെ സംബന്ധിച്ച്. അവരുടെ കാഴ്ചയ്ക്ക് എന്തോ കാര്യമായ തകരാറുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, എന്ത് വില കൊടുത്തും പേജ് നമ്പർ 18-19 ബജറ്റിൽ പറയുന്നു, എന്ത് വില കൊടുത്തും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരും. എന്തായാലും കേരള വികസന മാതൃകയുടെ നന്മകൾ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി കണ്ടെത്തുക തന്നെ ചെയ്യും. ഇത് ആത്മവിശ്വാസം പ്രതിഫലിക്കുന്ന വാക്കുകളാണ്. അത് നയാ പൈസ ഇല്ലാത്തവൻ്റെ വിലാപമല്ല. പെരിന്തൽമണ്ണ അംഗം പറഞ്ഞു, ഇത് നയാ പൈസ ഇല്ലാത്തവൻ്റെ വിലാപമാണ് ബജറ്റ് പ്രസംഗം എന്നത്. ഇത് ഭാവി കേരളത്തിൻ്റെ മുന്നേറ്റത്തിനുള്ള അടിത്തറയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒറ്റപ്പാലത്ത് ഗ്രഫീൻ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു വലിയ പ്രീ പ്രൊഡക്ഷൻ സെന്റർ 260 കോടി രൂപ ചെലവിൽ കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിൽ സഹകരണത്തോടെ ആരംഭിക്കാൻ പോവുകയാണ്. ഗ്രഫീനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തവർ ആധുനിക കേരളം കൈവരിക്കാൻ പോകുന്ന നേട്ടത്തെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ലാത്തവർക്ക് ഇത് വിലാപമായി തോന്നുമെന്നതിൽ ഒരു അത്ഭുതവുമില്ല. കേരളത്തിൽ നാം അഭിമാനകരമായ നമ്മുടെ കേരളത്തിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് നാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. തദ്ദേശവാസികളായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 500 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് ഒരേ സമയം സർവീസിൽ പ്രവേശിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഇടമായി നമ്മുടെ കേരളം മാറുകയാണ്. ആരോടാണ് കേരളത്തിൻ്റെ പക്ഷപാതിത്വം എന്നത്? പാവപ്പെട്ടവനോട്, സാധാരണക്കാരനോട്, അരികുവൽക്കരിക്കപ്പെട്ടവരോട് കേരളത്തിലെ ഗവൺമെൻറ് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ ഇടപെടലിൻ്റെ വിജയമാണിത് കാണിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിലെ ശമ്പള പരിഷ്കരണം അംഗീകരിക്കുകയും 2019 ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടു കൂടി അത് നടപ്പിലാക്കാൻ ആവശ്യമായ തീരുമാനമെടുക്കുകയും ചെയ്യുകയാണ് കേരളത്തിലെ ഗവൺമെൻറ്. ദേശീയ ജലപാത യാഥാർത്ഥ്യമാക്കാനും 2024-25 കൂടി അത് പൂർണ്ണമായും അത് സാക്ഷാത്കരിക്കാനും കഴിയുന്ന അന്തരീക്ഷം ഒരുക്കുകയാണ് കേരളം. AI പ്രോസസർ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സർവകലാശാല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയാണ് എന്നത് നമുക്ക് അഭിമാനം പകരുന്ന ഒന്നാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് അന്തരീക്ഷമുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. 16 സ്വകാര്യ വ്യവസായ പാർക്കുകൾ ആരംഭിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നത് നമുക്ക് അഭിമാനം പകരുന്നതാണ്. ഇവിടെ UDF പറയുന്നത് കേരളത്തിലെ എല്ലാ പദ്ധതികളും
UDF സർക്കാരിന്റെ സംഭാവനയാണ് എന്ന പച്ചക്കള്ളം ഇവിടെ അവതരിപ്പിക്കാനാണ് പരിശ്രമിച്ചത്. കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം പദ്ധതി എല്ലാം UDFന്റെ സംഭാവനയാണ് അത്രേ. പരിശോധിക്കാം. കൊച്ചി മെട്രോയുടെ ആരംഭത്തിന് വേണ്ടിയുള്ള ചർച്ച നടക്കുന്നത് VS സർക്കാരിന്റെ കാലത്താണ്. അത് PPP ആയി പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ ആരംഭിക്കണമെന്ന് വന്നപ്പോൾ കേന്ദ്ര സർക്കാർ ആ നിലയിലെ അനുമതി തരൂ എന്ന് വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് സ്വാഭാവികമായും ചില തടസ്സവാദം ഉന്നയിക്കുകയുണ്ടായി. തുടർന്ന് അത് പൂർത്തീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കണ്ണൂർ വിമാനത്താവളം UDF കൊണ്ടുവന്നതാണോ? കണ്ണൂർ വിമാനത്താവളത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിമാനം ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും കഴിയുന്ന സൗകര്യം ഉണ്ടായിരുന്നോ? ഹെലികോപ്റ്റർ പറക്കാൻ പോലും പറ്റാത്ത നിലയിൽ ചളിക്കുളമായിരുന്നിടത്ത് എങ്ങനെയെങ്കിലും ഒരു ഉദ്ഘാടന പ്രഹസനം നടത്തി മുന്നോട്ട് പോകാനാണ് UDF ഉദ്ദേശിച്ചതെങ്കിൽ ആ സ്വപ്ന പദ്ധതി ആരംഭിച്ചതും അത് അഭിമാനകരമായി പൂർത്തീകരിച്ചതും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് എന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ വിഴിഞ്ഞം പദ്ധതി അഭിമാനകരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആലപ്പുഴ ബൈപ്പാസ് ആരാണ് തുടങ്ങിയത്? ആരാണ് പൂർത്തീകരിച്ചത്? ടെക്നോ പാർക്ക് ആരാണ് ആരംഭിച്ചത്? ആരാണ് പൂർത്തീകരിച്ചത്? ദേശീയപാത വികസനം, മുടങ്ങിക്കിടന്ന ദേശീയപാത വികസനം ആരാണ് ആരംഭിച്ചത്? പൂർത്തീകരിക്കാൻ പോകുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? അത് ഇടതുപക്ഷമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ രാജ്യത്ത് ഏറ്റവും മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനത്തിന് ദേശീയ പുരസ്കാരം കേരളത്തിന് ഇന്നലെ ലഭിച്ചതായി വാർത്ത വരികയാണ്. ആരോഗ്യരംഗത്ത് അഭിമാനകരമായ നേട്ടം കൈവരിച്ച് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു. ബഹുമാനപ്പെട്ട തൃക്കാക്കര അംഗം പറയുകയാണ് 57,400 കോടി രൂപ കേരളത്തിന് എങ്ങനെയാണ് നഷ്ടമുണ്ടായത് എന്നത് വ്യക്തമല്ല എന്നാണ്. വ്യക്തമാക്കി തരാം. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്നുണ്ടായ നഷ്ടം 12,000 കോടി രൂപ. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിനത്തിൽ ഈ വർഷം കുറയുന്നത് 8,400 കോടി രൂപ. കിഫ്ബി പെൻഷൻ ഫണ്ട് കമ്പനി വായ്പകൾ പൊതുകടമാക്കിയതിലൂടെ ഉണ്ടായ വെട്ടിക്കുറവ് 700 കോടി രൂപ, 7,000 കോടി രൂപ. പബ്ലിക് അക്കൗണ്ടിലെ പണം പൊതുഗണത്തിൽ ഉൾപ്പെടുത്തിയതുവഴി വന്ന കുറവ് 12,000 കോടി രൂപ. 10ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തിയപ്പോൾ ഡിവിസിബിൾ പൂളിൽ നിന്ന് വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായി വന്ന നഷ്ടം 18,000 കോടി രൂപ. ഇങ്ങനെയാണ് 57,400 കോടി രൂപ നഷ്ടം വന്നത് എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച സ്ഥിതിയാണ് ഇവിടെ എന്നാണ് പറഞ്ഞത്. അത് ഈ സ്ഥിതി ഇവിടെയല്ല, അത് UDFനാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് അതിന്റെ കാരണം? കോൺഗ്രസ് അവരുടെ അവസ്ഥ ഇവിടെ പറയുകയാണ്. നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് 1000 കോടി രൂപ ചിലവഴിക്കുമെന്നത് ഈ ബജറ്റിലുണ്ട്. അങ്ങനെ വന്നാൽ തങ്ങൾ ബഹിഷ്കരിച്ച നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങൾ പദ്ധതിയായി 1000 കോടി രൂപയുടെ ഈ സമൂഹത്തിൽ അത് വികസനമായി മുന്നോട്ട് കൊണ്ടുപോകും, അത് നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ അതിനെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയിൽ കേരളത്തിലെ UDF ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാനാകുന്നത്. മറ്റൊന്ന്, സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് പറഞ്ഞു. സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി MPമാരുടെ യോഗം വിളിച്ചു ചേർത്ത് അതിലൊന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞപ്പോൾ അതിന് സൗകര്യമില്ലാത്തവർ, മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ഈ കേരളത്തിന്റെ ഇന്നനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണക്കാരായ കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരായി യോജിച്ച പ്രക്ഷോഭത്തിന് വരണമെന്ന് പറയുമ്പോൾ അതിന് തയ്യാറാകാത്തവർ, ഉയർന്ന ജനാധിപത്യ ബോധവും ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഐക്യപ്പെട്ട മുന്നേറ്റവും സൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്ന ഗവൺമെന്റിനെയും അതിന്റെ നേതൃത്വത്തെയും വസ്തുതാവിരുദ്ധമായി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. എന്ന് കേൾക്കുമ്പോൾ പാലക്കാട് MLAക്ക് ബേജാറാണ്. ഫോൺ, കേരള ബാങ്ക്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, കെയർ എക്കോണമി, ഡിസ്ക്. എന്തിനാണ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഇത്രമാത്രം പ്രയാസപ്പെടുന്നത്? ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിലെന്ന് മഹാകവി വെള്ളത്തോളിന്റെ വാക്യം. അതിലൂടെയാണ് ഈ ബജറ്റ് പ്രസംഗം ഇവിടെ സമാഹരിക്കപ്പെടുന്നത്, കൺക്ലൂഡ് ചെയ്യപ്പെടുന്നത്. എന്ന് കേൾക്കുമ്പോൾ കേരളത്തിന്റെ അഭിമാനപൂരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ചോര തിളക്കേണ്ട ഞരമ്പുകളിൽ കേരളം എന്ന് കേൾക്കുമ്പോൾ അതിൽ അസ്വസ്ഥത പൂളുന്നവരാണ് കേരളത്തിലെ UDF എന്നത് അപമാനകരമാണ്. ഈ ബജറ്റിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു.